അടുക്കള കയറി നോക്കിയപ്പോഴേക്കും ഒട്ടുമിക്ക സാധനവും തീർന്നിരിക്കുന്നു. അപ്പം ഞാൻ പുറത്ത് പോയി സാധനം മേടിക്കാമെന്ന് വെച്ച് ഇറങ്ങിയപ്പോഴേക്കും നല്ല ബെസ്റ്റ് ഡേ ആണ്. കാരണം സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കാണ് നിങ്ങൾ കണ്ട. അതിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് ഞാൻ അസ്ദയിലെത്തി. ഇതാണ് ഞാൻ ഗ്രോസറി വാങ്ങിക്കുന്ന ഷോപ്പ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് £1 കോയിൻ ഇൻസേർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100 രൂപ അടുത്ത് വരെ. ഇത് തിരിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അസ്ദയുടെ ഉള്ളിലേക്ക് പോയി. അസ്ദയുടെ ഉള്ളിൽ ഫ്രണ്ടിൽ ആയിട്ട് നമുക്ക് കുറച്ച് റൈസ്, ഫ്രൂട്ട്സ്, സ്നാക്സ് ഇതൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാ ഭാഗമൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് പോയത്. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു 10 മിനിറ്റ് ക്ലോസ് ചെയ്യും, 15 മിനിറ്റ് ക്ലോസ് ചെയ്യും. കാരണം പെട്ടെന്ന് എനിക്ക് വേണ്ട സാധനം മാത്രം എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, പണ്ടൊന്നും ഇതിൻ്റെ ആവശ്യമേ എനിക്കില്ലായിരുന്നു. അച്ഛൻ ശനിയാഴ്ച ദിവസം വന്ന് എല്ലാം മേടിച്ച് വെച്ച് ഞാനാണ് ആ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇന്നെനിക്ക് ഇവിടെ ഇല്ല. പക്ഷേ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര എഫേർട്ട് എൻ്റെ അച്ഛനും അമ്മയും എടുത്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാൻ പറ്റും. പക്ഷേ കുറച്ച് ഇത് പറയുമ്പോൾ തന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമോഷണലാവുന്നു. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ താമസിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നതെന്നും എന്തൊക്കെ എഫേർട്ടാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെടുത്തതെന്നും. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് കൂടിയാണെന്നാണ് ഇതുവരെ എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ കണ്ടതാണ് ഈ ഐസ് ക്യൂബ്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഐസ് ക്യൂബ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊന്നും. അപ്പോൾ നേരത്തെ കാണിച്ച മാച്ചിൻ്റെ ഇത് കാരണം ഈ ഷോപ്പിൽ നിന്ന് ഒരു ആൽക്കഹോളും സെല്ല് ചെയ്യത്തില്ല അന്നത്തെ ദിവസം. അങ്ങനെ ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ച് നമുക്ക് തന്നെ പേ ചെയ്യാം. അങ്ങനെ ഇങ്ങനെ സ്കാൻ ചെയ്ത് ഞാൻ എല്ലാ സാധനവും എടുത്ത് പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകുക. നേരത്തെ ആ കോയിൻ ഇൻസേർട്ട് ചെയ്തില്ല, അത് തിരിച്ചെടുക്കുന്നതായിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ട്രോളിയിൽ നിന്ന് ആ ലോക്ക് എടുത്ത് കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കോയിൻ പുറത്തേക്ക് വരും. അപ്പോൾ അതെടുത്തുകൊണ്ട് ഞാനിതാ വീട്ടിൽ പോവുക. അങ്ങനെ നല്ല ക്ലൈമറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ അതെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിനകത്താണ് ഞാനതെല്ലാം എടുത്തുകൊണ്ട് പോകണം. കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ പോവുകയാണ്. ടാറ്റാ.